സർജറി പപ്പയുടെ ചരമം കഴിഞ്ഞ് 28 വർഷം. ഇന്ന് 28 വർഷം. ഇന്ന് 28 വർഷമാകുകയാണ്. 28 വർഷം. അപ്പം നമുക്ക് ഒത്തിരിയേറെ ഓർമ്മകൾ പപ്പയെ പറ്റി, വളരെ മധുരിക്കുന്ന ഓർമ്മകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എല്ലാ ദിവസവും, എന്നെ സംബന്ധിച്ചോളം എല്ലാ ദിവസവും തന്നെ പപ്പനെ പറ്റിയിട്ടും അമ്മേനെ പറ്റിയിട്ടും ഓർക്കാത്ത ദിവസങ്ങളില്ല. ഇപ്പൊ സൈച്ചേട്ടാക്ക് ഇപ്പം നമ്മള് ഇന്ന് യാദൃശ്ചികമായിട്ട് ഈ മാർച്ച് മാസം 16 സൈച്ചേട്ടായിട്ട് അറിവിന് വന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഓർത്തു, നമുക്ക് പിള്ളേരോട് ചോദിക്കാറുണ്ട്, അപ്പയുടെ സിബ്ലിങ്സിൽ പപ്പയ്ക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പപ്പ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇഷ്ടം എല്ലാവരോടും എനിക്കുണ്ട്. പക്ഷേ എനിക്ക് സൈച്ചേട്ടായിട്ട് ഒത്തിരി ഷെയർഡ് എക്സ്പീരിയൻസ് ഉണ്ട്. വീട്ടിലെ പല പല സംഭവങ്ങൾ നമ്മൾ ഒരുമിച്ച് പല വ്യക്തികളുമായിട്ടും ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട്, വളരെ സുന്ദരമായ പല അനുഭവങ്ങൾ. അപ്പൊ നമുക്ക് ആ അനുഭവങ്ങളിലൂടെ ഒന്ന് തിരിച്ചു പോയാലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. തീർച്ചയായിട്ടും. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പപ്പ മരിച്ചിട്ട് 28 വർഷമാകുകയാണ്. 1998 മാർച്ച് മാസം 16 പപ്പ മരിച്ചു പോയത്. അപ്പോൾ ലങ് ക്യാൻസറായിട്ടാണ് മരിച്ചു പോയത്. പപ്പയുടെ പെട്ടെന്ന് 63 വയസ്സിൽ മരിച്ചു. 63 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് പോലും കയറുന്നില്ല, ജീവിത സായാഹ്നമായിട്ടില്ല, ജീവിതത്തിന്റെ മധ്യാഹ്നം തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ ലൈഫ് എക്സ്പെക്ടൻസി വെച്ച് നോക്കുമ്പോൾ ജീവിത മധ്യാഹ്നമാണത്. അപ്പൊ ആ വയസ്സിൽ പപ്പ മരിച്ചുപോയി. പപ്പയെ പറ്റി നേരത്തെ നീ പറഞ്ഞതുപോലെ പപ്പയെ പറ്റി ഓർക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകാൻ സാധിക്കില്ല. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ഈ തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, അതുപോലെ പപ്പ ടച്ച് ചെയ്ത എല്ലാ മേഖലകളിലും അവിടെ മായ്ക്കാനാവാത്ത ഒരു ഇംപ്രഷൻ പപ്പയ്ക്ക് പതിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അതെ, കല്ലറയിൽ പാച്ചിസാറിന് ഇപ്പം നമ്മളൊക്കെ 50 കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും അറിയപ്പെടുന്നു, നമ്മുടെ ജീവിതത്തിന്റെ നാനാ തുറകളിൽ നമ്മുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുമ്പോഴും പാച്ചിസാറിന്റെ മക്കൾ എന്ന് പറഞ്ഞാണ് കല്ലറയിലും സമീപ പ്രദേശങ്ങളിലും അറിയുന്നത്. അങ്ങനെ അറിയപ്പെടുന്നത് ഞാൻ അഭിമാനിക്കുകയാണ്. തീർച്ചയായും അത് വലിയൊരു കാര്യമാണ്. പപ്പ 33 വർഷക്കാലം അധ്യാപകനായിട്ട് ജോലി ചെയ്തു. ആ അധ്യാപകനായി ജോലി ചെയ്തു. അപ്പം അതിൻ്റെ ഒരു പ്രയോജനം നമ്മൾ തിരിച്ചറിയുന്നതെന്ന് പറയുന്നത്, പപ്പ അധ്യാപകനായി ജോലി ചെയ്ത് ആ വേതനം കൊണ്ടാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോയത്. പക്ഷേ നമ്മൾ മക്കളെന്ന രീതിയിൽ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളികൾ കാണുമ്പോഴത്തേനും നമ്മുടെ ആ പ്രദേശങ്ങളിൽ നിന്നോ അതിൻ്റെ ചുറ്റുപാടിൽ നിന്നോ ഉള്ളവരെ കാണുമ്പോൾ പാച്ചിസാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അധ്യാപകനോടുള്ള ആ വിദ്യാർത്ഥികളുടെ സ്നേഹം അത് അവര് ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹത്തിന്റെ മക്കളായ നമുക്കും തരികയാണ്. തീർച്ചയായും അതൊരു വലിയൊരു കാര്യമാണ്. അതൊരു അധ്യാപനത്തിന് മാത്രം കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അവരുടെ മനസ്സിനും വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്ന ഒരു അധ്യാപകനെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു അധ്യാപകനെ പല വിദ്യാർത്ഥികളും വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർ ഓർക്കാറുണ്ട്, സ്മരിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിന്റെ വഴിത്തിരവായത് ചിലപ്പോൾ അവരുടെ അങ്ങനെയുള്ള ചില ഇന്ററാക്ഷൻസ് ആയിരിക്കും. പിന്നെ വോളിബോൾ കോർട്ടിലെ സ്പോർട്സിലാണ് പപ്പയുടെ ഒരു ഏറ്റവും ഇതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ പറയുന്നത്. കാരണം കല്ലറയിലുള്ള ഏത് വ്യക്തിയോടും ചോദിച്ചു, പപ്പ തോൽക്കുന്ന ടീമിന് സപ്പോർട്ട് ചെയ്ത് പരാജയപ്പെടുന്നവന്റെ മനഃശാസ്ത്രം പപ്പയ്ക്ക് അറിയാം. തീർച്ചയായും അവരോട് ചേർന്ന് അവരെ വിജയിപ്പിച്ച് 5 ഗെയിം കളിപ്പിക്കുക. 5ാമത്തെ ഗെയിം പപ്പ സൈലന്റ്. അത് വലിയൊരു കാര്യമാണ്. ആ സ്പോർട്സിനോടുള്ള അദമ്യമായി ഞാൻ പപ്പയെ പറ്റി ഒരു തവണ ഫേസ്ബുക്കിൽ വോളിബോളിനെ പറ്റി പപ്പയുടെ ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിന്റെ കമന്റ് ഇന്ന് ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. പലരും പറഞ്ഞത് പാച്ചിസാറില്ലാത്ത ഒരു വോളിബോളിനെ പറ്റി, ഒരു വോളിബോൾ ടൂർണമെന്റിനെ പറ്റി പലർക്കും അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കും നമ്മുടെ ആ കാലഘട്ടത്തില്. അതെ. അപ്പം കല്ലറയിലും സമീപ പ്രദേശങ്ങളിലും വോളിബോളിന് ഇത്രയധികം പ്രോത്സാഹനം നടത്തിയ ഒരു വ്യക്തി പലർക്കും അറിഞ്ഞുകൂടെ. പപ്പ തന്നെ ഒരു സ്പോർട്സ്മാനായിരുന്നു, വോളിബോൾ പ്ലെയർ ആയിരുന്നു. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഈ അവിടെ ഒരു നാഷണൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു നാഷണൽ വോളിബോൾ ക്ലബ്ബ്
ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയത് സമ്മാനം ഒരു റേഡിയോ ഉണ്ടായിരുന്നു. മർഫീഡിയാണോ അതല്ല അതിന് മുമ്പ് നമ്മുടെ വീട്ടിലായിരുന്നു. അപ്പൊ വൈശാലക്കാരുടെ അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിന്റെ ചുവട്ടിൽ ആൾക്കാർ വന്നിരുന്നിട്ട് നമ്മുടെ അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങിന്റെ അവിടെയാണ് അതിന്റെ ഒരു കോളാമ്പി കെട്ടിയിരുന്നത്. എന്നിട്ട് വാർത്തകള്, ചലച്ചിത്ര ഗാനങ്ങള്, കാരണം ആകാശവാണി ആയിരുന്നല്ലോ ആ ഒരു സമയത്ത് ജനങ്ങളുടെ ഒരു എന്റർടൈൻമെന്റിനും വാർത്തകൾ അറിയാനുള്ള ഒരേ ഒരു സോഴ്സ് അതായിരുന്നു. അപ്പം അത് ഈ ക്ലബിന് കിട്ടിയ സമ്മാനമായിരുന്നു. അപ്പം അത് കൃത്യസമയത്ത് ഓൺ ചെയ്ത് നമ്മുടെ ആ പ്രദേശത്തുള്ളവര് വാർത്തകൾ അറിയുന്നതും ചലച്ചിത്ര ഗാനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കുന്നതും അതിലൂടെയായിരുന്നു. നല്ല ഓർമ്മയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഇപ്പോഴും എനിക്ക് നല്ല എന്റെ മനസ്സിൽ വളരെ വളരെ ഹരിത ഭംഗിയോടുകൂടി ഞാൻ കൊച്ചായിരുന്നപ്പോഴാണ്. അതൊക്കെ കഴിഞ്ഞ് അത് മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം വോളിബോളിന്റെ കല്ലറ വന്ന് കളിക്കാത്ത നാഷണൽ പ്ലെയേഴ്സ് ആരും മിക്കവാറും എല്ലാ നാഷണൽ പ്ലെയേഴ്സും വന്ന് കളിച്ചിട്ടുണ്ട്. ജിമ്മി ജോർജ്, ജോസ് ജോർജ്, അങ്ങനെ അബ്ദുൾ റസാഖ്, മധു, അങ്ങനെ ഇന്ത്യൻ ടീമിലെ പ്ലെയേഴ്സ് ആയിരുന്നു അവരെല്ലാവരും. അങ്ങനെ അതിനുള്ളൊരു വേദി ഉണ്ടാക്കുക, അതുപോലെ വോളിബോൾ കോച്ചിങ്, വളർന്നു വരുന്ന പ്രതിഭകൾക്കായിട്ട് വോളിബോൾ കോച്ചിങ്, അതെല്ലാം കല്ലറയിൽ നടന്നിരുന്നതാണ്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത് പപ്പയാണ്. പിന്നെ കലാരഞ്ജനി എന്ന് പറഞ്ഞത് കലാരഞ്ജനി ആർട്സ് സൊസൈറ്റി എല്ലാ മാസങ്ങളിലും എല്ലാ മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴും ഒരു നാടകം, നല്ലൊരു കലാപരിപാടി. അപ്പം കലാരഞ്ജനി ആർട്സ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പം കലാരഞ്ജനി ആർട്സ് സൊസൈറ്റി കല്ലറയിലുണ്ടോന്ന് ഇല്ല. അപ്പം സ്കൂളിന്റെ തന്നെ ഓഡിറ്റോറിയം, ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇല്ലാതെ പോയല്ലോ. കാട്ടുകുതിര എന്ന് പറയുന്ന നാടകമൊക്കെ നമ്മൾ കാണുന്നത് അവിടെ കലാരഞ്ജനി NSS സ്കൂളിന്റെ ഓപ്പൺ ഓഡിറ്റോറിയം അവിടെ വെച്ചായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ കലാപരിപാടികൾ. അപ്പം പിന്നെ എടുത്ത് നമ്മൾ രണ്ടുപേരും ബാലകലോത്സവങ്ങളിൽ യുവജനോത്സവങ്ങളിൽ പങ്കാളികളാകുമ്പോഴത്തേന് പ്രസംഗം, പ്രഭാഷണം, പദ്യപാരായണം, ഇതിനൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ അത് പപ്പയും അമ്മയും. അപ്പം ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയാണ്. തീർച്ചയായിട്ടും ഹോം മേക്കർ എന്ന് പറയുന്നത് നിസ്സാര കളിയല്ല. അപ്പൊ പപ്പയുടെ ആ വിജയത്തിന് പിന്നിൽ അമ്മയുടെ ക്ഷീണ പരിശ്രമമുണ്ട്. അപ്പം അവരൊരു കോമ്പിനേഷനായി പേരായി ഇങ്ങനെ വളരെ പരസ്പര പൂരകങ്ങളായി വർത്തിച്ചത് കൊണ്ടാണ് നമുക്കൊക്കെ, നമ്മുടെ 4 മക്കൾക്കും ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ തനതായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇങ്ങനെ എത്താനായിട്ട് സാധിച്ചതെന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഈ നമ്മൾ പപ്പയുടെ അധ്യാപനത്തിന്റെ അല്ലെങ്കിൽ സ്പോർട്സിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു, സാമൂഹ്യമായ രംഗങ്ങളിൽ പപ്പ കല്ലറ സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ പപ്പ മത്സരത്തിൽ നിന്ന് ജയിച്ചു വരുന്നതും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു, സാമൂഹ്യം. അപ്പോൾ അവിടെ നമ്മുടെ ആ പ്രദേശത്തൊക്കെ എന്ത് വഴിവെട്ട് അന്നൊക്കെ വഴി വെട്ടുക, ഈ തൊണ്ട് മാറി അങ്ങോട്ടും വീതി കൂട്ടുക, അപ്പോൾ ആൾക്കാർക്ക് വഴി കൊടുക്കാനായിട്ടുള്ള വിമുഖത, അതിനൊക്കെ പപ്പയായിരുന്നു മധ്യസ്ഥൻ. നമ്മുടെ ആ തെക്കേ വാരത്തിന്റെ അവിടെ വന്ന ആൾക്കാർ നെഗോഷിയേഷൻ 2 ഗ്രൂപ്പിലും പക്ഷേ ആൾക്കാർ വന്നിട്ട് പപ്പ മധ്യസ്ഥനാണ്. ആ പപ്പ പറയുന്ന ആ 2 കൂട്ടറിനെ കേട്ട് അത് കഴിഞ്ഞ് പപ്പ പറയുന്ന ആ ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട്, അതാണ് ഒരു മധ്യസ്ഥന്റെ ആ സ്റ്റാച്ചർ. അപ്പം അതിന് ആൾക്കാർ വില്ലിങ് ആയിരുന്നു. അപ്പം സോഷ്യൽ സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം, ഞാൻ ഇന്നലെ ഗവി ചേച്ചിയുടെ പപ്പച്ചവനും അവരുടെ മഹേശൻ എൻ്റെ കൂടെ പഠിച്ചവൻ, തങ്കച്ചൻ്റെ 1 വർഷം സീനിയറായിരുന്നു. അപ്പം തങ്കച്ചനും സുജയ് പഠിച്ചു. അപ്പം തങ്കച്ചൻ ഇന്നലെ എന്നെ വിളിച്ചു. തങ്കച്ചൻ SI ആയി മാറിയല്ലോ, SI റിട്ടയർ ആയിട്ട്. തങ്കച്ചൻ ഇന്നലെ വിളിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ അപ്പിസാർ മരിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പിസാറിന്റെ വൈഫും പപ്പയും അമ്മയും ചെയ്ത സഹായങ്ങളെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. കാരണം നമ്മുടെ ചന്തപ്പുറം ആ ഭാഗത്ത് നിന്ന് തെക്കേക്കരയിൽ അങ്ങോട്ട് ഉത്രംകോല അങ്ങോട്ട് മാറി താമസിച്ച ഇവർ 2 ഭാഗങ്ങളാണ്. അപ്പം കാണാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അവർ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് തങ്കച്ചൻ, എനിക്ക് അധികം അറിവില്ലായിരുന്നു, തങ്കച്ചൻ ഒരു കാര്യം പറഞ്ഞത് എൻ്റെ മനസ്സിനെ ഭയങ്കര ടച്ച് ചെയ്ത്. അപ്പം തങ്കച്ചൻ്റെ ഫാദർ അദ്ദേഹം നേരത്തെ മരിച്ചു പോയായിരുന്നു.
എനിക്ക് നല്ല ഓർമ്മയുണ്ട് പഠിക്കുന്ന ആ സമയം. ഒരു ചായക്കട നടത്തുന്നത് ചെറുപൊട്ട ചായക്കടയായിരുന്നു നമുക്ക്. അപ്പം തങ്കച്ചന്റെ സഹോദരിയുടെ കല്യാണം ഉറപ്പിച്ച് അവരൊരു വിരുന്ന് പോലെ അവിടെ നടത്തി. അത് കഴിഞ്ഞ് തങ്കച്ചൻ എന്നോട് ഇന്നലെ പറഞ്ഞത്, തങ്കച്ചൻ ആൾക്കാരെയൊക്കെ ഈ നമ്മുടെ കല്ലറയിലുള്ള ഒരു ഫംഗ്ഷൻ ഉറപ്പീരിന്റെ ഭാഗമായിട്ടുള്ള അതിന് ആൾക്കാരെ വിളിച്ചു. പക്ഷേ അവർ പെട്ടെന്ന് കല്യാണം മാറ്റി. അതൊരു ഭയങ്കര ഷോക്കായി പോയി തങ്കച്ചന്. തങ്കച്ചൻ അന്ന് 26 അങ്ങനെ ഏതാണ്ട് വയസ്സേ ഉള്ളൂ. തങ്കച്ചൻ അത് അവരുടെ കുടുംബത്തിൽ ഭയങ്കര സങ്കടം. എന്തിന്റെ കാരണത്താൽ? അപ്പൊ തങ്കച്ചൻ ഫാദർ മരിച്ചു പോയാലും പപ്പ തങ്കച്ചനോട് പറഞ്ഞു, നമുക്ക് അവരുടെ വീട്ടിൽ പോകാം. നമുക്ക് ചോദിക്കാം എന്ത് കാര്യത്തിനാണിത്? അപ്പം പപ്പയും തങ്കച്ചനും കൂടെ കൂടിപ്പോയി. അപ്പം അവിടെ SNDPയുടെ സെക്രട്ടറിയുടെ വീട്ടിൽ പോയി. സെക്രട്ടറിയാണോ പ്രസിഡന്റാണോ തങ്കച്ചൻ. അവര് പോയി, രണ്ടുപേരും കൂടെ കൂടി പോയി. ഈ വീട്ടുകാരെ വിളിച്ചു. എന്തിന്റെ പേരില്ല? അപ്പം ആ വീടിന്റെ വലുപ്പത്തിന്റെയോ അവരുടെ സ്ഥലത്തിന്റെ പരിമിതിയുടെയോ ഏതാണ്ട് എന്റെ പേരിലാണ്, അങ്ങനെയുള്ള ഏതോ ഒരു പരിമിതിയുടെ പേരിലാണ് മാറ്റിയത്. പക്ഷെ അത് നമുക്കൊരു കല്യാണം ഉറപ്പിച്ചിട്ട് മാറുക, അതും വിരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ക്ഷീണമാണ്. അത് നമ്മൾ വിളിച്ചു. അപ്പോൾ പറഞ്ഞ് ക്ഷമ പറയണമെന്ന് പറഞ്ഞു. നിങ്ങൾ ക്ഷമ പറയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ക്ഷമ പറഞ്ഞു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് പെൺകുട്ടിയുടെ വേറെ ഒരാളുമായിട്ട് കല്യാണം നടത്തി. അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു, മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷേ തങ്കച്ചൻ പറഞ്ഞ അന്ന് പോയിട്ട് ഇവര് രാത്രി 12 മണിയോളം വളരെ ലേറ്റ് ആയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഒരു പിതാവില്ലായിരുന്ന ആ ഒരു സ്ഥാനത്ത് പുതുതുല്യരായിട്ട് പപ്പ ചെന്നിട്ട് ആ ഒരു ഇഷ്യൂവില് ഒരു സൊളസ്, ഒരു സാന്ത്വനമായിട്ട് മാറുവാനായിട്ട് പപ്പയ്ക്ക് സാധിച്ചു. അതുപോലെ തന്നെ തങ്കച്ചൻ ഇന്നലെ പറഞ്ഞതാണ്, തങ്കച്ചൻ വിവാഹം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം തങ്കച്ചന് ബൈക്കോ സ്കൂട്ടറോ ഒന്നും അന്ന് ഇല്ല. ഇന്നിപ്പോ കാറും എല്ലാം ഉണ്ട്. വളരെ വളരെ സമ്പൽ സമൃദ്ധിയിലാണ്. പക്ഷേ അന്ന് അപ്പൊ പപ്പ പറഞ്ഞ് ഒരു ദിവസം തങ്കച്ചനെ വിളിച്ചു, സാറേ എന്നാന്ന് ചോദിച്ചു, എടാ നിനക്ക് വേറെ വണ്ടി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എൻ്റെ കൈനറ്റിക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ആ വണ്ടി എടുത്തോണ്ട് പോവുക. അപ്പൊ തങ്കച്ചൻ പറയുക, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച അവരുടെ ആ ബന്ധുമിത്രാദികളൊക്കെ കാണാനായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ പോകുമല്ലോ, നവോധൂവരന്മാർ പോകുമല്ലോ, അതെല്ലാം ഈ വിധത്തിലാണ് പോയത്. അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ അത് ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് നിസ്സാരമല്ല. തീർച്ചയായും അവിടെയാണ് പാച്ചി സാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ VM ജോസഫ് വരയുക എന്ന് പറയുന്ന നമ്മുടെ പപ്പയെ വ്യത്യസ്തനാക്കുന്ന ചില ക്വാളിറ്റീസാണ്. ഇപ്പൊ എല്ലാം ഒന്നും നമുക്കറിയണമെന്നില്ല. അങ്ങനെ എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ഇപ്പം അപ്പ സാർ തന്നെ എനിക്ക് എത്രയോ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സജി ഞാൻ മേടിക്കുന്ന ശമ്പളം സാറും ഞാനും കൂടെ കൂടി തിരുവനന്തപുരത്ത് പോയി കുതുകലിയിലാണ്. അവര് 2 ദിവസം അവിടെ താമസിച്ച്, അപ്പാപ്പനാണല്ലോ ഫീസ് താമസമല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞ് സാറിന്റെ വാട്ടർ ഡിപ്പാർട്ട്മെന്റിലോ അങ്ങനെ ഏതാണ്ടാണ് ജോലി തരപ്പെട്ടത്. അങ്ങനെ അതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾക്കും. അപ്പം ഞാൻ പാടശേഖര കമ്മിറ്റിയുടെ കൺവീനർ, പപ്പ പലതവണയും പാടശേഖര കമ്മിറ്റിയുടെ കൺവീനറാണ്. അപ്പം നമ്മുടെ ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഈ സ്വർണം പണയം വെച്ച് അല്ലെങ്കിൽ ഇതെടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പൊ ഈ പൈസ അടച്ചില്ല ജപ്തി നോട്ടീസ് വരും. അപ്പം ആൾക്കാർക്കൊന്നും ഇത് മടയെടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാടം മടയെടുത്ത് പോയി കഴിഞ്ഞാൽ എവിടുന്നെടുത്ത് പൈസ കൊടുക്കും. അപ്പം ആ കാർഷിക മേഖലയാണ്, നമ്മളെല്ലാവരും ആ കൃഷിയെ ഡിപ്പെൻഡന്റ് ആണ് പലരുടെയും ജീവിതം. അപ്പം കപ്പ പറിക്കുമ്പോഴത്തേനാണ്, കപ്പ പറിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ആണെങ്കിൽ പോലും പുതിയ തുണി, സ്കൂളിലേക്കുള്ള പുസ്തകം മേടിക്കാനുള്ള അതുപോലുള്ള ചെലവുകളെല്ലാം വരുന്നത്. അപ്പം ഈ ജപ്തി നോട്ടീസ് വരും. അപ്പം ഈ പാടശേഖര കമ്മിറ്റി കൂടിയിട്ട് നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കണം, ജപ്തി നടപടികൾ നീട്ടിപ്പിക്കണം, തിരിച്ചടയ്ക്കുന്നത് അത് എക്സ്റ്റൻഷൻ കൊടുക്കണം. അപ്പൊ നേരെ പപ്പ രാഷ്ട്രീയമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൂടി പപ്പയ്ക്കുണ്ടല്ലോ, നേരെ
അന്നത്തെ റവന്യൂ മന്ത്രി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് പി. ജോസഫ്. പി. ജെ. ജോസഫ് റവന്യൂ മന്ത്രി. അപ്പൊ അതിനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ആളായിരുന്നല്ലോ. ആളായിരുന്നു, മണ്ഡലം പ്രസിഡന്റ്. അപ്പം പി. എ. ജോസഫിനെ പോയി കാണുക. പി. എ. ജോസഫ് അല്ലെങ്കിൽ പി. സി. ജോർജ്, അന്ന് ജോസഫ് ഗ്രൂപ്പിലാണ് ഉള്ളത്. നേരെ പി. സി. ജോർജിനായിട്ട് ഇവര് നേരെ കാറെ ചെന്ന് കളക്ടറേറ്റിൽ ചെന്ന് പറയുക, കളക്ടറെ കൊണ്ട് ഇത് മരവിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾ. അല്ലെങ്കിൽ ടി. എൻ. ജേക്കബ്, ഇവരൊക്കെ അന്ന് ജോസഫ് ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ആ മുറ്റത്ത് വെച്ചാണ് മറ്റേ പാടശേഖര കമ്മിറ്റി കൂടുന്നത്. അത് എൻ്റെ ഓർമ്മയിൽ ഇതെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ പള്ളിയിലാണ് പോലും വേദപാഠ അധ്യാപകനായിട്ട് താമരപത്രം കിട്ടി 25 വർഷം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കോട്ടയത്ത് ഏതോ ചടങ്ങിൽ വെച്ച് താമരപത്രമൊക്കെ പബ്ബി കൊടുത്ത്. അപ്പം ഈ സ്കൂൾ അധ്യാപകൻ മാത്രമല്ല, പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും പപ്പയുടെ കാഴ്ചപ്പാടുകൾ വളരെ ഔന്നത്യമുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ സങ്കുചിത മനസ്ഥനല്ലായിരുന്നു. കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളരെ മുന്നേ സഞ്ചരിച്ച, കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം യാഥാസ്ഥിതികമായ മത ജാതി ചിന്തകൾക്ക് അടിമപ്പെട്ട് ആ സങ്കുചിതമായ ചങ്ങലയ്ക്കുള്ളിൽ നിന്ന ഒരു വ്യക്തിയല്ല. ആ ചുറ്റുവട്ടത്തിൽ മാത്രമല്ല, പപ്പ വളരെ വൈഡായിട്ടുള്ള, വളരെ ബൃഹത്തായിട്ടുള്ള സൗഹൃദങ്ങളുടെയും ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദങ്ങളുടെയും ഇടപാടുകളുടെയും അപ്പം ആ രീതിയിലുള്ള വ്യക്തിബന്ധങ്ങളുടെയും ഒരു വലിയ ഉടമയായിരുന്നു. അപ്പം എനിക്ക് ആ രീതിയിൽ ഒരു സോഷ്യലിസ്റ്റ് എന്ന് വേണം പറയാം. അപ്പം ഒരു സമത്വസുന്ദരമായ ഒരു ലോകത്തെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാഴ്ചപ്പാട് പപ്പയ്ക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. നമുക്കിനി സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഞാനത് തൽക്കാലം നമുക്കിവിടെ വെച്ച് നിർത്തിയിട്ട്